2026 നമ്മുടെ ഗെയിമേഴ്സിനൊക്കെ ഒരു ഗോൾഡൻ ഇയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ ഒരു ന്യൂ ഗെയിമർ ആണെങ്കിലും ഒരു എക്സിസ്റ്റിംഗ് ഗെയിമർ ആണെങ്കിലും നിങ്ങൾക്ക് ഇതൊരു അടിപൊളി ഓപ്പർച്യൂണിറ്റിയാണ്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾ തന്നെ നോക്കിക്കോ. ഇന്ത്യ ഹാസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് ആൻഡ് ന്യൂവസ്റ്റ് ഗെയിമിംഗ് ഓഡിയൻസ് ഇൻ ദ വേൾഡ്. നോക്ക്, നിങ്ങൾ ജസ്റ്റ് ഈ ബിഗ് ഗെയിമിംഗ് ചാനൽസിന്റെ അനലിറ്റിക്സ് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടാവും ഈ ഫീൽഡിൽ ഇപ്പോഴും എത്രത്തോളം കൂടുതൽ പൊട്ടൻഷ്യൽ ഉണ്ടെന്ന്. ബട്ട് സ്റ്റിൽ ഇത്രയും പൊട്ടൻഷ്യൽ ഉണ്ടായിട്ടും നിങ്ങളുടെ വീഡിയോസിൽ ഒരു 1000 വ്യൂസ് പോലും വന്നില്ലെങ്കിൽ ഇതിൽ തെറ്റ് കുറെയൊക്കെ നിങ്ങളുടെ തന്നെയാണ്. ബട്ട് ഈ ഒരു ഫീൽഡിൽ കോമ്പറ്റീഷൻ നല്ലോണം ഉണ്ടാവും. ആൻഡ് ഇപ്പൊ തന്നെ കുറെയൊക്കെ ഉണ്ട്. ബട്ട് ദ ഗുഡ് തിങ് ഇസ് എത്രയൊക്കെ ഹെവി കോമ്പറ്റീഷൻ ആയാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിന് എസ്കേപ്പ് അടിച്ച് മുന്നോട്ട് പോവാം. സോ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകണം. ബിഫോർ ദാറ്റ് ഇതൊക്കെ പറയാൻ ഞാൻ ആരാന്ന് ചോദിച്ചാൽ, നോക്ക്, ഐ ഹാവ് ബീൻ റിസർച്ചിങ് യൂട്യൂബ്, എഡിറ്റിംഗ് ആൻഡ് ഓൾസോ ഗെയിമിംഗ് കണ്ടന്റ്സ് ഫോർ മോർ ദാൻ 5 years. ആൻഡ് നിങ്ങൾക്ക് ഈ ചാനലിലുള്ള വേറെ വീഡിയോസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും. സോ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സോ സിറ്റ് ബാക്ക് ആൻഡ് റിലാക്സ്. എന്തുകൊണ്ടാണ് 2026 ഇസ് ദ ബെസ്റ്റ് ഇയർ ഫോർ ഗെയിമേഴ്സ്? നോക്ക്, ഈ വർഷം കുറെ അധികം ഗെയിംസ് ലോഞ്ച് ആവാൻ പോകുന്നുണ്ട്. ആൻഡ് ഈവൻ ഇന്ത്യയിൽ തന്നെ നോക്കിയാൽ കുറെ ഗെയിംസ് ലോഞ്ച് ആയപ്പോൾ തന്നെ ട്രെൻഡിങ് ആയി തുടങ്ങി. ജസ്റ്റ് ലൈക്ക് ലെവൽ, നമ്മുടെ ടെക് ഐലൻഡ് ആൻഡ് എക്സെട്ര. ആൻഡ് ഇനിയും ഇന്ത്യയിൽ തന്നെ ഡെവലപ്പ് ചെയ്ത കുറെ അധികം ഗെയിംസ് വരാനുണ്ട്. ആൻഡ് ഓൾസോ ഇന്റർനാഷണലിയും വരാനുണ്ട്. സോ ദിസ് ഇയർ ഇസ് ഗോയിങ് ടു ബി ക്രൈസി. ബട്ട് സ്റ്റിൽ കുറച്ച് പേര് ചോദിക്കും, നമ്മുടെ കയ്യിൽ കമ്പ്യൂട്ടറും ഇല്ല, ലാപ്ടോപ്പും ഇല്ല, സോ ഈ ഗെയിംസ് ഒക്കെ വന്നിട്ട് നമുക്കെന്തപ്പോ കിട്ടാൻ പോകുന്നത്? ബ്രോ, നോക്ക്, നിങ്ങൾ ആ ടൈം ഈ ഗെയിമോ അല്ലെങ്കിൽ ഈ ഗെയിം റിലേറ്റഡ് വീഡിയോസ് ഇട്ടാൽ തന്നെ നിങ്ങളുടെ ചാനൽ അടിപൊളിയായിട്ട് കയറി പോകും. കാരണം ഓൾറെഡി ഈ ഗെയിംസിനൊക്കെ നല്ലോണം ക്രേസ് ഉള്ള ആൾക്കാരുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഒരു നിർബന്ധമില്ല നിങ്ങൾക്ക് ഈ ഗെയിംസിന്റെ ഗെയിം പ്ലേ വീഡിയോ തന്നെ ഇടണമെന്ന്. സോ ജസ്റ്റ് നിങ്ങൾ ഈ ഗെയിംസ് റിലേറ്റഡ് വീഡിയോസ് ഇട്ടാൽ തന്നെ നല്ലോണം വ്യൂസ് കയറും. ആൻഡ് ഗൈസ്, വീഡിയോസ് ഇട്ടാൽ മാത്രം പോരല്ലോ, യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ കറന്റ് ഗെയിമിംഗ് ഓഡിയൻസ്. നിങ്ങളൊരു ഗെയിമിംഗ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇപ്പോഴത്തെ ഗെയിമിംഗ് ഓഡിയൻസിനെ മനസ്സിലാക്കേണ്ടത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇപ്പോഴത്തെ ഗെയിമിംഗ് ഓഡിയൻസും 3 വർഷം മുൻപേ ഉള്ള ഓഡിയൻസിനും നല്ല ഡിഫറൻസ് ഉണ്ട്. അതായത് 3 വർഷം മുമ്പുള്ള ഓഡിയൻസ് ജസ്റ്റ് ഫ്രീ ഫയർ, പബ്ജി, GTA ഇതുപോലത്തെ സിംഗിൾ ഗെയിംസിന്റെ പുറകെ മാത്രം പോയിക്കൊണ്ടിരുന്ന സമയമായിരുന്നു. ആൻഡ് അവർക്ക് ഈ ഗെയിംസ് റിലേറ്റഡ് വീഡിയോസ് മാത്രമായിരുന്നു കാണാൻ താല്പര്യം ഉണ്ടായിരുന്നത്. ബട്ട് നൗ ഓഡിയൻസ് നല്ലോണം മെച്ചൂർ ആയിട്ടുണ്ട്. മീൻസ് കൂടുതൽ പേർക്കും ഗെയിമിങ്ങിന്റെ മീനിങ് എന്താണെന്ന് അറിയാം. അതായത് ഇപ്പോൾ ഉള്ള ഓഡിയൻസിന് ഡിഫറെന്റ് ഗെയിംസ് കളിക്കാൻ അല്ലെങ്കിൽ കാണാൻ ഇഷ്ടമുള്ളവരാണ്. ആൻഡ് നിങ്ങൾ ഇപ്പൊ തന്നെ ഗെയിമേഴ്സിനെ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും, ഓൺലി 1 ഗെയിം മാത്രം കളിച്ചുകൊണ്ടിരുന്നവർ ഇപ്പൊ ഡിഫറെന്റ് ഗെയിംസ് കളിക്കാൻ തുടങ്ങി. കാരണം അവർ ഓൺലി പബ്ജി അല്ലെങ്കിൽ ഫ്രീ ഫയർ ഗെയിംസ് മാത്രം ഇങ്ങനെ ഇട്ടുപോയിരുന്നു. സോ അതുകൊണ്ട് തന്നെ അവരുടെ ചാനലിൽ വ്യൂസ് നല്ലോണം കുറഞ്ഞു. ആൻഡ് ഇപ്പൊ കൂടുതലും ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ ടെക് ഐലൻഡ് പോലെ ഡിഫറെന്റ് ഗെയിംസ് ട്രൈ ചെയ്യുന്ന ഗെയിമേഴ്സ് ആണ് ഇപ്പോഴും സർവൈവ് ചെയ്യുന്നത്. ആൻഡ് നോക്ക്, ഇവിടെ ഗെയിമേഴ്സ് അല്ല കാര്യം, ഓഡിയൻസിന്റെ ഇൻട്രസ്റ്റ് ആണ്. അതിപ്പോ നിങ്ങളൊരു മൊബൈൽ ഗെയിമർ ആണെങ്കിലും PC ഗെയിമർ ആണെങ്കിലും ഇറ്റ് ഡസന്റ് മാറ്റർ. ബട്ട് കൂടുതൽ ആൾക്കാരും പ്രിഫർ ചെയ്യുന്നത് PC ഗെയിംസ് ആയിരിക്കും. ബട്ട് സ്റ്റിൽ കുറെ അധികം ആൾക്കാർ മൊബൈൽ ഗെയിംസിൽ തന്നെ അത്യാവശ്യം നല്ലോണം വ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. ആൻഡ് അതെങ്ങനെയാണെന്നും അതെന്തുകൊണ്ടാണെന്നും ഞാൻ പറഞ്ഞുതരാം. നോക്ക്, നമ്മുടെ ഓഡിയൻസിന് മെയിൻ ആയിട്ട് 2 കാര്യങ്ങളാണ് വേണ്ടത്. ദ ഫസ്റ്റ് തിങ് ഇസ് ഗുഡ് ഗെയിം പ്ലേ ആൻഡ് ദ സെക്കൻഡ് തിങ് ഇസ് എന്റർടൈൻമെന്റ്. ആൻഡ് ഈ 2 കാര്യത്തിലും സ്കിൽസ് നല്ലോണം ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇപ്പോഴൊക്കെ നിങ്ങൾ എത്രയൊക്കെ അടിപൊളിയായിട്ട് ഗെയിം കളിച്ചാലും നിങ്ങളുടെ കമന്ററി സെറ്റ് ആയില്ലെങ്കിൽ പിന്നെ ഓഡിയൻസിന് അതൊരു ബോറിംഗ് ആയിട്ട് മാറും. ആൻഡ് മോസ്റ്റ്ലി ഗെയിമേഴ്സ് 3 ടൈപ്സിലാണ് കമന്ററി ചെയ്യുന്നത്. സോ ദ ഫസ്റ്റ് വൺ ഇസ് സ്റ്റോറി ടെല്ലേഴ്സ്. അതായത് ഗെയിം പ്ലേന്റെ ഒപ്പം തന്നെ ഒരു സ്റ്റോറി ബിൽഡ് ചെയ്യുക, ജസ്റ്റ് ലൈക്ക് ഗെയിം തെറാപ്പിസ്റ്റ്. ആൻഡ് ദ സെക്കൻഡ് ടൈപ്പ് ഇസ് ഫണ്ണി കമന്റേറ്റർ. ജസ്റ്റ് അവരുടെ പ്രസൻസ് ഓഫ് മൈൻഡ്, ഹ്യൂമർ പ്ലസ് ആക്ടിങ് ചെയ്ത് അവരുടെ ഗെയിം പ്ലേ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊണ്ടുപോകും, ജസ്റ്റ് ലൈക്ക് നമ്മുടെ സോളോ വൈനർ. ആൻഡ് ദ തേർഡ് ടൈപ്പ് ഇസ് മിക്സ്, ലൈക്ക് സായി പോപ്പി. ഒരു പ്രൊഫഷണൽ പ്ലസ് സീരിയസ് പ്ലെയർ ആണ്. ബട്ട് സ്റ്റിൽ നമുക്ക് സായി പോപ്പിയുടെ വീഡിയോസ് കാണുമ്പോൾ ഫൺ ആയിട്ടുണ്ടാവും. ആൻഡ് ഞാൻ പേഴ്സണലി സോളോ വൈനർ ആൻഡ് സായി പോപ്പിയുടെ വീഡിയോസ് ആണ് കാണാറുള്ളത്. ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗെയിമേഴ്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ പേഴ്സണലി ഏത് ടൈപ്പ് കമന്ററി ആണ് യൂസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സൺ ടു പേഴ്സൺ. നിങ്ങൾക്കിപ്പോ നിങ്ങളുടെ ഓഡിയൻസിന് പ്രോ ഗെയിം പ്ലേ ആണ് കാണിക്കാൻ ഇഷ്ടം, അല്ലെങ്കിൽ ഗെയിം പ്ലേയുടെ ഒപ്പം തന്നെ എന്റർടൈൻമെന്റ് കൂടെ ചെയ്യിപ്പിക്കാനായിരിക്കും ഇഷ്ടം. ആൻഡ് ദ മെയിൻ തിങ് ഇസ് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യുമ്പോഴാണ് ഇഷ്ടപ്പെടുക അത് നിങ്ങൾ ചെയ്യുക. കാരണം നിങ്ങൾ ട്രൂലി എൻജോയ് ചെയ്ത് കളിക്കുമ്പോഴേ ആ ഒരു ഫീല് ഓഡിയൻസിന് കിട്ടുള്ളൂ. സോ അതുകൊണ്ട് തന്നെ എല്ലാവരും GTA 5 കളിക്കുന്നുണ്ട്. സോ ഞാനും അത് കളിക്കാൻ പോവാണെന്ന് വെച്ച് കളിക്കരുത്. പ്ലേ വാട്ട് യു ട്രൂലി എൻജോയ്. സോ കമന്ററി മാത്രം പോരല്ലോ, ഗെയിംസ് ഏതൊക്കെ ടൈപ്സ് ആണ് നല്ലോണം നമുക്ക് വ്യൂസ് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് അറിയണ്ടേ? നോക്ക്, ഇപ്പോ മാർക്കറ്റിൽ 2 ടൈപ്സ് ഓഫ് ഗെയിംസ് ആണ് ട്രെൻഡിങ് ആയിട്ട് പോകുന്നത്. ആൻഡ് ഇതുപോലെ കളിച്ചാൽ നിങ്ങൾക്കും എൻജോയ് ചെയ്യാം ആൻഡ് ഓൾസോ ഓഡിയൻസിന് ഇൻട്രസ്റ്റ് ഉണ്ടാവും. സോ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് വൈറൽ ചാലഞ്ചസ് ടൈപ്പ് വീഡിയോസ് ആണ്.
ഫോർ എക്സാമ്പിൾ മൈൻക്രാഫ്റ്റ് എടുത്തോ. ഇവിടെ നോക്ക്, ഐ പ്ലേഡ് ദ അൾട്ടിമേറ്റ് സ്കൈ ബ്ലോക്ക് ചാലഞ്ച്. ഇതിന് കിട്ടിയ വ്യൂസ് കണ്ടോ, 5.4 മില്യൺ വ്യൂസ് ആണ്. അതുപോലെ തന്നെ ഏകദേശം സെയിം ചാലഞ്ച് ആണ് ഇത്. ഐ സർവൈവ് സ്കൈ ബ്ലോക്ക് ഫോർ 24 hours straight on മൈൻക്രാഫ്റ്റ്. ഇതിന് കിട്ടിയത് 7.3 മില്യൺ വ്യൂസ് ആണ്. ആൻഡ് ഇതേ സെയിം ചാലഞ്ച് ആണ് വേറൊരു കണ്ടന്റ് ക്രിയേറ്റർ ഇട്ടിട്ടുള്ളത്, 24 hours സ്കൈ ബ്ലോക്ക് ചാലഞ്ച്. ഇതിന് 2.3 മില്യൺ വ്യൂസ് ആണ് കിട്ടിയത്. സോ ഗൈസ്, ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ ഗെയിംസിലും ചെയ്യാൻ കഴിയും. ജസ്റ്റ് നിങ്ങൾ ടോപ്പിക്സ് കണ്ടുപിടിക്കുക ആൻഡ് ഇതുപോലത്തെ വീഡിയോസിന് നല്ലോണം വ്യൂസ് കയറും. കാരണം ഇങ്ങനത്തെ വീഡിയോസ് കാണുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ആൻഡ് ഓൾസോ നല്ല എന്റർടൈനിങ് ആയിരിക്കും. ആൻഡ് ഇതുപോലത്തെ ചാലഞ്ചിങ് വീഡിയോസ് ഒക്കെ ഓഡിയൻസ് ലാസ്റ്റ് വരെ ഇരുന്ന് കാണും. ബിക്കോസ് ആ ചാലഞ്ചിന്റെ ലാസ്റ്റ് നമ്മൾ ഫെയിൽ ആവോ ഇല്ലയോ എന്നുള്ള ഒരു റിസൾട്ട് ഉണ്ടാവും. സോ അതൊരു ഹൂക്കായിട്ട് ഓഡിയൻസ് ആ വീഡിയോ ഫുള്ള് കാണും. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീഡിയോന്റെ ഓഡിയൻസ് റിട്ടൻഷൻ നല്ലോണം ഹൈ ആവും. സോ അങ്ങനെ ആ വീഡിയോയുടെ റീച്ചും ഇൻക്രീസ് ആവും. നമ്മുടെ സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് സ്റ്റോറി ഡ്രിവൺ ഗെയിംസ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ നമ്മുടെ ടെക് ഐലൻഡ് പോലത്തെ സ്റ്റോറി ബേസ്ഡ് ഹൊറർ ഗെയിംസ്. ലൈക്ക് ഇതിലൊക്കെ ഓൾറെഡി സ്റ്റോറീസ് ഉണ്ടാവും ആൻഡ് ഓൾസോ ഓഡിയൻസിന് ഈ ഹൊറർ ഗെയിംസ് ഒക്കെ നല്ലോണം ഇഷ്ടമാണ്. ആൻഡ് അതിന്റെ ഒപ്പം തന്നെ കമന്ററി ആൻഡ് എക്സ്പ്രഷൻ ഒക്കെ ഉണ്ടാവുമ്പോൾ ഓഡിയൻസിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ കോമ്പറ്റീഷൻ. നോക്ക് ഗൈസ്, ഞാൻ ഇതിനെ കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. എത്ര തന്നെ ഒരു ഫീൽഡിൽ സക്സസ്ഫുൾ ക്രിയേറ്റേഴ്സ് ഉണ്ടെങ്കിലും ജസ്റ്റ് നിങ്ങളുടെ കണ്ടന്റ്സിന് നല്ല ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു യുണീക്നെസ് ഉണ്ടെങ്കിൽ ആ കോമ്പറ്റീഷനിൽ നിന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് എസ്കേപ്പ് മീൻസ് നിങ്ങൾക്ക് പേഴ്സണലി എന്തെങ്കിലും യുണീക്ക് ആയിട്ടുണ്ടാവും. മേ ബി കമന്ററി ആവാം, നിങ്ങളുടെ വോയിസ് ആവാം, ഗെയിം പ്ലേ ആവാം ആൻഡ് കുറെ അധികം പേര് അത് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. മേ ബി കറന്റ്ലി ഉള്ള ഗെയിമേഴ്സിനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും യുണീക്ക് ആയിട്ടുണ്ടാവും ആൻഡ് അത് ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ടാവും. അവിടെയാണ് നിങ്ങൾക്ക് ഓഡിയൻസ് ബിൽഡ് ആവും. ആൻഡ് ഈ കോമ്പറ്റീഷൻസ് നോക്കിയിരുന്നാല് ഇന്ന് നിങ്ങൾ ഈ കാണുന്ന ഗെയിമേഴ്സും ബ്ലോഗേഴ്സും ഒന്നും ഉണ്ടാവില്ല. സോ ഗൈസ്, ജസ്റ്റ് സ്റ്റാർട്ട് മേക്കിംഗ് കണ്ടന്റ്സ് ഇൻ യുവർ ഓൺ വേ. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ. ഗൈസ്, യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്താണ് യൂട്യൂബ് എന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഈ വീഡിയോ ക്ലിക്ക് ചെയ്യാം.